കൊന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ് ദ എൻഡിൻ്റെ സീസൺ 3 എപ്പിസോഡ് 13 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഹൈ ക്വാളിറ്റി സ്കാൻസ് കിട്ടുന്ന മിക്ക പേജും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദി ബിഗിനിങ് ഓഫ് ദ എൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സ്കാൻസ് ഒന്നും നമുക്കിപ്പോൾ കിട്ടാറില്ല. സോ ഇന്നത്തെ ഈ വീഡിയോ തൊട്ട് തന്നെ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറുതായിട്ട് ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒട്ടും തന്നെ ക്വാളിറ്റി കാണുന്നില്ല. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ അവസ്ഥയും ഏകദേശം സിമിലർ ആയിരിക്കും. നല്ല സ്കാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും നല്ല സ്കാൻസ് കിട്ടുന്ന വെബ്സൈറ്റോ പേജോ എക്സ്റ്റൻഷനോ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആർത്തർ ചോദിക്കുന്നുണ്ട്, മരിച്ചെന്നോ? അതെങ്ങനെ? ആ ടൈമിൽ കർട്ടസ് പറയുന്നുണ്ട്, അവർക്കാർക്കും അവൻ്റെ മാനുവൽ ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. മാനുവൽ ലീക്കേജോ? പക്ഷേ അവന് ബോധമില്ലായിരുന്നല്ലോ. അത് ശരിയാണ്, പക്ഷേ ആ സിമ്പിൾസ് കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവർ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ചെറുതായിട്ട്. പക്ഷേ അവരെന്തായാലും അതിപ്പോൾ പുറത്ത് പറയുന്നില്ല. എന്തിനേറെ അവരുടെ പാരൻസിനോട് കൃത്യമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത് കേട്ട് ദേഷ്യപ്പെട്ട അവരുടെ കൂട്ടത്തിലൊരുത്തൻ നേരെ താഴത്തേക്ക് അടിച്ചിട്ട് പറയുന്നുണ്ട്, കോപ്പ്, ഈ ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ഇമ്പോർട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ നമ്മളോട് പറയാറുണ്ടോ? ആ ടൈമിൽ ക്ലാരിയെ പറയുകയും ചെയ്യും. എന്തായാലും ആർത്തറും കൂടെ വന്ന സ്ഥിതിക്ക് രാത്രിയിലെ പെട്രോളിങ്ങിനെ പറ്റിയുള്ള ഫുൾ ഷെഡ്യൂൾ ഞാനിപ്പോൾ പറയാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവർ മൂന്നുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ സമയത്ത് തന്നെ ആർത്തർ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഷെഡ്യൂളിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഷെഡ്യൂളും വലിയ സീനൊന്നുമില്ല. ആ സമയത്ത് ഫ്രേ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. കാര്യം ഈ ഡാഗർ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സത്യമാണ്, ഞാനോർത്ത് ഇതെന്തോ ഷോയ്ക്ക് വെച്ചാണെന്നാണ് ഇപ്പോഴല്ലേ അറിഞ്ഞത് ഇതിന്റെ സംഭവം. ആ ടൈമിൽ നിന്ന് അവിടെ പ്രിൻസസ് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഞെട്ടിയത് കായിനെ പറ്റി കേട്ടപ്പോഴാണ്. അവൻ ഓൾമോസ്റ്റ് ഈ ക്യാമ്പസിലെ ഭൂരിഭാഗം സ്ഥലവും വോളണ്ടിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ സർപ്രൈസ് ആണോ? പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ആ ടൈമിൽ ഫ്രേ പറയുന്നുണ്ട്, ശരിയാണ്, കർട്ടസ് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. കായ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വർക്ക്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ്. പക്ഷേ അവനെന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒരു പിടുത്തമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പെട്രോളിങ്ങിൻ്റെ കാര്യമല്ലേ. അല്ല കാതലീൻ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പെട്രോൾ ചെയ്യണമെന്ന് നിന്റെ ബ്രദർ പറയുന്നുണ്ടല്ലോ, അതെന്ത് പറ്റി? അതാണോ? അത് ഞാൻ അവനോട് നിന്റെ കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ സ്കിൻഷിപ്പിനെ പറ്റി. വെറുതെ ഇല്ല, പണ്ടാരും ചോദിക്കണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ ആർത്തർ നടന്നു മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എന്തായാലും പിള്ളേരെ ഇനി നമുക്ക് ക്ലാസ്സിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ക്ലാസ് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് അവർ രണ്ടുപേരും അവരുടെ സീറ്റിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആർത്തർ ചോദിക്കുന്നുണ്ട്, സോ ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം കണ്ടുപിടിച്ചോ? പെട്ടെന്ന് നമ്മുടെ ഫ്രീ എണീറ്റ് നിന്നിട്ട് പറയും ചെയ്യും, എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ളവർ പറയും ചെയ്യും, എനിക്ക് തോന്നിയായിരുന്നു DC-യിലെ ഒരു ഓഫീസർ തന്നെ അതിന് ഉത്തരം പറയുമെന്ന്. വെറുതെ അല്ല, ഫേറത്തിന് ഉറപ്പായിട്ടും അവന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ ആർത്തർ പറഞ്ഞു, പൊട്ടത്തെറ്റ്, നീ പറയുന്ന എല്ലാം പൊട്ടത്തെറ്റാണ്. നീ പറഞ്ഞു വരുന്നത് എന്നാണെന്നറിയാവോ? ഒരു വാരിയറിനെ അവൻ്റെ കോമ്പാക്ട് എബിലിറ്റിക്ക് പകരം അവൻ്റെ മസിൽ വെച്ച് ജഡ്ജ് ചെയ്യുന്ന രീതിയാണ്. അതൊരിക്കലും ശരിയല്ല. ശരിയാണ്, ചിലവരുടെ മസിലൊക്കെ കാണാൻ നേരത്ത് നമുക്ക് അവർ സ്ട്രോങ്ങർ ആണെന്ന് തോന്നും. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ ടാക്ടിക്സും ലെസർ മസിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലോ അവൻ എന്തായാലും അടി തെറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. പെട്ടെന്ന് ഒരുത്തും ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ നമ്മുടെ ഓപ്പോണന്റിനെ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? അവരുടെ മാജിക്കൽ എബിലിറ്റീസ് കൊണ്ട്. അതാണോ? അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ജഡ്ജ് ചെയ്തിരുന്നാൽ മാത്രം മതി. ജഡ്ജ് ചെയ്യണ്ടെന്നോ? ഇവരെന്താണ് ഈ പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഒപ്പോണന്റ് നിങ്ങളെക്കാളും സ്ട്രോങ്ങർ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ എബിലിറ്റി നിങ്ങളവിടെ യൂസ് ചെയ്യാൻ നോക്കും. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അവിടെ മാനക്കോറും സ്ട്രെങ്തും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫുള്ളസ്റ്റിൽ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു പോസിബിലിറ്റിയാണ് ഏറ്റവും നല്ലത്. അല്ല, അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്തായാലും ബാക്കി എക്സർസൈസ് നമുക്ക് വീണ്ടും തുടങ്ങിയാലോ? അപ്പോൾ ആരാണ് ഇവിടേക്ക് വരാൻ പോകുന്ന പറയുന്നത്? എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തർ ഓടുന്നതാണ്. ആർത്തറുടെ ഈ ക്ലാസ് എറിഞ്ഞ് മാറിക്കിടന്ന് ഉറങ്ങിയിരുന്നു. സിൽവിയോട് അവൻ ഉണർത്താൻ പറഞ്ഞെങ്കിലും സിൽവിയും ഉറങ്ങിപ്പോയിരുന്നു. അങ്ങനെ ആർത്തർ ഓടിയാണ്. നമ്മുടെ ഗ്ലോറിയുടെ ക്ലാസ്സിലേക്കാണ് പുള്ളിക്കാരൻ ചെന്നത്. എന്നിട്ട് പറയുന്നത്, പ്രൊഫസർ ഗ്ലോറി, എന്നോട് ക്ഷമിക്കൂ, ഞാൻ കുറച്ച് താമസിച്ചു പോയി. ആർത്തർ, നീ വന്നോ? പക്ഷേ നീ ഇപ്പോൾ എന്തായാലും കയറണ്ട, നീ എന്തായാലും അവിടെ പോയിരുന്നോ, റിക്കവറി റൂമിൽ പോയിരുന്നോ, നീ എന്തായാലും ഇപ്പോൾ കയറണ്ട, നമുക്ക് എന്തായാലും സെറ്റായിട്ട് കയറുന്ന പറഞ്ഞിട്ട് ആർത്തറിനെ തള്ളി റിക്കവറി റൂമിലേക്ക് വിടുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ സിൽവി ചാടി ഓടിയിട്ടുണ്ട്. കാര്യം നമ്മുടെ ടെസ് അവിടെ ഇരിപ്പുണ്ടെന്ന്. സിൽവിയാട്ടെ മാമാന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അവളുടെ മേത്തേക്ക് കയറുന്നുണ്ട്. ആർത്തറാട്ടെ പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. ആൻഡ് ഇരുന്ന് കഴിയുന്നത് ഒരു കുറച്ചധികം നേരം അവിടെ ഒരു സൈലൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആർത്തർ എന്തോ പറയാൻ പോയപ്പോൾ പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, ആർട്ട്, നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ ശരിക്കും ലാഷ് ഔട്ട് ചെയ്തു പോയി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നീ അങ്ങനെ പറയല്ലേ, നീ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്, എന്നെപ്പറ്റി പറഞ്ഞ എല്ലാം ശരിയാണ്. ഒരു എക്സ്റ്റെൻഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പേടിത്തൊണ്ടെന്ന് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. എനിക്കറിഞ്ഞൂടാ, ഈ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് മാജിക് ഫൈറ്റിങ്സ് ഒക്കെ വെച്ച് നോക്കാനടുത്ത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ എത്ര ട്രെയിൻ ചെയ്താലും ഞാൻ അതിൽ മികച്ചതായിരിക്കത്തില്ല. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. നീ തന്നെ കണ്ടല്ലേ, എൻ്റെ ഇമോഷൻസ് കാരണമാണ് എൻ്റെ കൺട്രോൾ വിട്ടുപോയത്. അങ്ങനെ പറയാൻ
പറയാൻ പറ്റത്തില്ല. കാര്യം എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് നീ ശരിക്കും ബെറ്റർ ആണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ തവണ അവിടുന്ന് ഓടി മറിഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് അത് നീ ഒട്ടും ഡിസേർവിങ് അല്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്ക് ടെസ്. എനിക്ക് നീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കേട്ടപ്പോൾ ടെസ്സും അതേപോലെ സിൽവിയും ഞെട്ടി. ടെസ്സിന് തിരിച്ച് എന്ത് പറയണമെന്ന് അറിയാമല്ലായിരുന്നു. കാര്യം അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമായിരുന്നു. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ അതെ, നമ്മളെന്തായാലും വലുതായി കഴിയുമ്പോൾ കുഴപ്പം കാണത്തില്ലായിരുന്നു. അപ്പം നീ പറഞ്ഞു വരുന്നത് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നാണ്. അത് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ അങ്ങനെയല്ല, നീ വെയിറ്റ് ചെയ്യ്. അയ്യോ എനിക്കറിയാം നീ ശരിക്കും പോപ്പുലർ ആണെന്ന്, പക്ഷേ നീ വെയിറ്റ് ചെയ്യുമെന്നാണ്. ആ ടൈമിൽ അവൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിനക്കറിയാമല്ലേ. ആ സമയത്താണ് ആർത്തറിനെ പകുതി ആശ്വാസമായത്. എന്നിട്ട് ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ പറഞ്ഞത് സത്യമല്ലേ? എനിക്ക് നിന്നെ വിശ്വസിക്കാറില്ല. നീ എന്തായാലും ബാക്കിയുള്ള പെമ്പിളാരുമായിട്ട് ഡേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെനിക്ക് ഗ്യാരണ്ടി തരാനും പറ്റത്തില്ല. എന്തായാലും നീ പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. എന്തായാലും നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. സോ അത്രയും നാൾ തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ എണീറ്റിട്ട് ടെസ്സിന് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തർ പല പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും അവൻ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നതാണ്. ഈ സമയത്ത് സിൽവി അവനെ കളിയാക്കുന്നുണ്ട്. അമ്മക്ക് ഉമ്മ കൊടുത്തല്ലേ സിൽവി, ഒന്ന് മിണ്ടാതിരിക്കുക. അത് തലയ്ക്ക് മാത്രമല്ലേ? അല്ല അതൊക്കെ വെച്ച് നോക്കിയാലും ഇതെന്ത് ക്ലാസ്സാണ്? ഇത് ശരിക്കും ബോറിംഗ് ആണല്ലോ. അത് മാത്രമല്ല ഇത് ഫുൾ ഡീവൻ മാജിക്കൽ തിയറിനെ പറ്റിയാണല്ലോ. അങ്ങനെ ക്ലാസ്സും കിട്ടി ബോറടിച്ചിട്ടുണ്ടെന്ന് ആർത്തർ ആലോചിക്കുന്നുണ്ട്. അല്ല ഇപ്പം അവളിപ്പോൾ എന്തോയിരിക്കും ചെയ്യുന്നത്? പിന്നെ കാണിക്കുന്നത് ടെസ്സിനാണ്. പുള്ളിക്കാരുടെ തന്നെ കണ്ണാടിയുടെ ഫ്രണ്ടിലാണ് ഇരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ എനിക്ക് ഉമ്മ തന്നില്ലേ, അവൻ്റെ നെറ്റിൽ ഉമ്മ വന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യോ ഞങ്ങൾ വലുതായി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളെപ്പോലെ ഇരിക്കുമല്ലേ? ഇതുപോലെ ഇരിക്കുമല്ലേ? അല്ല പിള്ളേർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെ അവിടെ കിടന്ന് ബ്ലഷ് ചെയ്ത് കിടന്ന് കുത്തി മറിയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രണ്ടുപേരാണ്. അവരാട്ടെ എന്തൊക്കെ വരച്ചിട്ടിരിക്കുകയാണ്. അതായത് അവിടുത്തെ ഒരു മതിലിൽ എൽഫ്സും ഡാവ്സും പുറത്തിറങ്ങി പോകാൻ വേണ്ടി എന്തോ പെയിന്റ് കൊണ്ട് വരക്കുമായിരുന്നു. ആ സമയത്ത് ആർത്തർ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഞാനും കൂടെ കൂടിക്കോട്ടെ. ഇത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ തൊഴുത്തിനടുത്ത് ഓടുന്നുണ്ട് അതൊരു DC ഓഫീസറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലെ പെണ്ണാട്ടെ പെട്ടെന്ന് മാജിക് യൂസ് ചെയ്ത് അവിടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ ആർത്തർ നൈസിൽ ഡോട്ട് ചെയ്ത് അവളുടെ കാലിൽ തട്ടി നേരെ താഴത്തേക്ക് ഇടുകയും ചെയ്യും. ആ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിനക്ക് നാണമില്ലേ? ഒരു പെണ്ണിനാണോ അടിച്ചത്? ആ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, ജെൻഡർ ഇക്വാലിറ്റിയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നീ കൂടുതൽ വാചകമൊന്നും അടിക്കാനൊന്നും വേണ്ട. എന്തായാലും നീ എന്നെ ടെസ്റ്റ് ചെയ്തല്ലേ, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആർത്തർ നേരെ അവൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് പെട്ടെന്ന് അവനടുത്തേക്ക് വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇവനെ കിട്ടിയിട്ടുണ്ടാ, പക്ഷേ ഇവൻ്റെ മുഖത്ത് സിമ്പിൾസ് ഒന്നുമില്ല. ആ സമയത്ത് സിൽവിയുടെ സഹായത്തിൽ കൂടി അവളുടെ ഉള്ളിലും അവൻ ചെക്ക് ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ മേത്തും ഇതൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഇവരെന്തായാലും അവധിക്ക് കൊണ്ടുപോകാം, നീ ബാക്കി കാര്യം നോക്കിയോളെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോയിട്ടുണ്ട്. ഈ സമയത്ത് ആർത്തർ സിൽവിയും കൂടെ നടക്കുമായിരുന്നു. നമ്മൾ സിൽവിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ആർത്തർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നമ്മളിന്ന് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങിയേക്കാം. എന്തായാലും പെട്രോളിങ് കഴിയാറായി. അതുമല്ല ഇത് കായുടെ സ്ഥലമാണെന്ന് തോന്നുന്നു പറയുന്നതാണ്. പെട്ടെന്ന് അവൾ പറയുന്നത്, പപ്പ എനിക്ക് വീടുള്ള ഒരു മാനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആർത്തർ അവളെയും പിടിച്ച് നേരെ ഒരു സൈഡിലേക്ക് മാറുന്നുണ്ട്. ഈ സമയത്ത് ദൂരത്ത് ഒരുത്തൻ ഓടുന്നുണ്ടായിരുന്നു. ആർത്തർ അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അവൻ്റെ മുഖത്ത് ആ ഒരു പാട് കണ്ടത്. പെട്ടെന്ന് തന്നെ അവൻ എന്തോ വെപ്രാളപ്പെടുന്നുണ്ട്. ആർത്തറാട്ടെ വളരെ പതുക്കെ തന്നെ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പപ്പ അവനെ പിടിക്കാൻ നോക്ക്. സിൽവി പേഷ്യൻ്റ് ആയിട്ടിരിക്കെ നമ്മളെന്തായാലും അവനെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവനെ പോലെ ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഹൈഡൗട്ടിലേക്ക് അവൻ നമ്മളെ ഉറപ്പായിട്ടും എത്തിക്കും. അങ്ങനെ കുറച്ചധികം ദൂരം ആർത്തർ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു സൗണ്ട് കേട്ടത്. ആർത്തറാട്ടെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, കോപ്പ്. അതാരാണെന്ന് പറയുന്ന നേരത്ത് അത് നമ്മുടെ കായായിരുന്നു. പെട്ടെന്ന് എന്നോട് പറയുന്നുണ്ട്, കായ് ഒന്ന് മിണ്ടാതിരിക്കുക. പക്ഷേ തിരിഞ്ഞു നോക്കിയ ആ ഒരു സെക്കൻഡ് അവൻ ഫോളോ ചെയ്തൊന്നും വാനിഷ് ആയിട്ടുണ്ടായിരുന്നു. കോപ്പ്. ആ സമയത്ത് കായ് ചോദിക്കുന്നുണ്ട്, ആർത്തർ നീ ഇവിടെ എന്ത് ചെയ്യണം? ഇത് എൻ്റെ സ്ഥലം എന്നറിയാമല്ലേ? നീ എന്ത് കോപ്പാണ് കാണിച്ചത്? ഞാൻ മാർക്കോസിനെ പോലെ ഒരുത്തനെ ഫോളോ ചെയ്ത് വന്നതാണ്. നീ കാരണമാണ് അതെല്ലാം പോയത്. കോപ്പ്. ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അയ്യോ അത് ശരിയാണ്, പക്ഷേ നീ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നീ എന്നോടൊന്ന് പറയുന്നെങ്കിലും വേണ്ടേ? അല്ല തിയോ എന്തേ നിന്റെ പാർട്ട്ണർ? അവനെന്തായാലും രണ്ടുപേരും പിടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നിങ്ങളുടെ പെട്രോളിങ് ഏരിയ ഒക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നത് പെട്ടെന്ന് ആർത്തറിനെ അവൻ്റെ സംഭവം തിളങ്ങാൻ തുടങ്ങും. അതാട്ടെ യെല്ലോ കളറിലാണ് ഗ്ലോ ചെയ്യേണ്ടിരുന്നത്. അത് നമ്മുടെ തിയോ ആക്ടിവേറ്റ് ചെയ്തതായിരുന്നു. അവൻ പറയുന്നുണ്ട്, തിയോ എന്തായാലും ഡേഞ്ചറിലാണ് കോപ്പ്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ പാർട്ട്ണറെ പോയി രക്ഷിക്കാൻ നോക്ക്. ഇതെൻ്റെ സ്ഥലമല്ലേ, ഞാൻ എന്തായാലും അവൻ്റെ പുറകെ നോക്കിക്കോളാം. ഞാൻ എന്തായാലും അവൻ ഉറപ്പായിട്ടും പിടിക്കുന്നതാണ്. ആ സമയത്ത് ആർത്തർ സമ്മതിക്കുന്നുണ്ട്, എങ്കിൽ നീ ഉറപ്പായിട്ടും അവനെ പിടിച്ചേക്കണം. അവൻ എന്തായാലും ഒരു ബ്രൗൺ ഹുഡാണ് ഇട്ടിട്ടുള്ളത്, പിന്നെ ലോങ് ബൂട്ട്സും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ പെട്ടെന്ന് തീയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് കായയുടെ പതുക്കെ ആ ചിരിയൊക്കെ മാറിയിട്ട് അവൻ കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. കായ്ക്ക് എന്തോ ഒന്നറിയാം. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.